നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥലയ്ക്കെതിരെ നടന്ന ഗൂഢാലോചനയിൽ ചിന്നയ്യ എന്ന പ്രധാനപ്പെട്ട പ്രതിയുമായി താൻ സംസാരിച്ചിരുന്നു എന്ന് അംഗീകരിക്കുകയും സമ്മതിക്കുകയുമാണ് നടൻ പ്രകാശ് രാജ്. കഴിഞ്ഞ ദിവസമാണ് നടൻ പ്രകാശ് രാജിനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉയർന്നത്. അതായത് ധർമ്മസ്ഥല കേസിൽ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരെയും അപകീർത്തിപ്പെടുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയ ഒന്നാം പ്രതി ചിന്നയ്യ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലാണ് തന്നെ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് പ്രകാശ് രാജാണ് എന്ന ഒരു നിലപാട് ചിന്നയ്യ ആവർത്തിച്ചത്. അതോടുകൂടി അന്വേഷണം പ്രകാശ് രാജിലേക്ക് മാറുകയായിരുന്നു. അതായത് രണ്ട് സാമൂഹിക പ്രവർത്തകർ, ഗിരീഷ് മട്ടന്നവർ അടക്കമുള്ള രണ്ട് സാമൂഹിക പ്രവർത്തകരാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സമീപിച്ചത്. ഇവർ രണ്ടുപേരും ഫോൺ ചെയ്ത് പ്രകാശ് രാജുമായി തന്നെ സംസാരിപ്പിച്ചു. ആ സംസാരത്തിലാണ് പ്രകാശ് രാജ് ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കണമെന്ന നിർദ്ദേശം തനിക്ക് നൽകിയത്. അതിനായി പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഏതാണ്ട് 200 കോടി രൂപയോളം ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ പ്രചരണം നടത്തുന്നതിനായി ഈ കക്ഷികൾ സ്വരൂപിച്ചിരുന്നുവെന്നും അതവർ ചെലവാക്കാൻ തയ്യാറായിരുന്നു എന്നുമൊക്കെയാണ് ചിന്നയ്യ ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. അതോടുകൂടി പ്രകാശ് രാജിന് ധർമ്മസ്ഥലയിൽ എന്താണ് കാര്യം എന്ന ചോദ്യം ഉയർന്നിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ചിന്നയ്യയുടെ ആ ഒരു വാദം അല്ലെങ്കിൽ ആ മൊഴി അത് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് നടൻ പ്രകാശ് രാജ് താൻ ഇങ്ങനെ ചിന്നയ്യയുമായി സംസാരിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷേ അത് ചിന്നയ്യയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ഈ പറയുന്ന ഗിരീഷ് മട്ടന്നവർ അടക്കമുള്ള സാമൂഹിക പ്രവർത്തകരാണെന്നും അവരുടെ ആവശ്യപ്രകാരമാണ് ഈ പറയുന്ന SITയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഭയന്ന് നിന്നിരുന്ന ചിന്നയ്യയോട് താൻ അന്ന് ആത്മവിശ്വാസം പകരാൻ വേണ്ടി പറഞ്ഞതെന്നും പിന്നീട് ഇക്കാര്യത്തിൽ തനിക്കൊന്നും അറിയില്ലെന്നും 200 കോടി രൂപയുടെ ഈ ഇടപാടിനെ കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നുമൊക്കെയാണ് വിശദീകരണവുമായി നടൻ പ്രകാശ് രാജ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെയും അവിടുത്തെ മുഖ്യ പ്രധാനപ്പെട്ട ഭരണാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെയുമൊക്കെ ഗുരുതരമായ ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. ധർമ്മസ്ഥലയിലെത്തുന്ന പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും പിന്നീട് ഈ പെൺകുട്ടികളെല്ലാം കൊല ചെയ്യപ്പെട്ടുവെന്നും അതിൽ 100 കണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹം ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ടത് താൻ തന്നെയാണ് എന്നും ഉള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അവിടുത്തെ മുന്നേയുള്ള ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ പണ്ട് ഈ പൊതുമധ്യത്തിൽ വന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് ആയിരക്കണക്കിന് വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഉയർന്നത്. പിന്നീട് അങ്ങോട്ട് വിവാദങ്ങളുടെ നാളുകളായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഈ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു. പിന്നീട് സർക്കാർ പോലും SIT പ്രഖ്യാപിക്കുവാൻ നിർബന്ധിതരായിരുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ലെന്നും ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നും നുണയാണ് എന്നുമൊക്കെ കണ്ടെത്തുന്നത്. സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു വയോധികയായ സ്ത്രീ തൻ്റെ മകളെ ഈ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാനായെന്നും അവളുടെ മൃതദേഹവും ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കാമെന്നുമൊക്കെയുള്ള പരാതികളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഈ പരാതികളെക്കുറിച്ചുള്ള അന്വേഷണമെല്ലാം ചെന്നെത്തിയത് ഇത് വ്യാജ ആരോപണമാണ് എന്ന തെളിവുകളിലേക്കാണ്. പിന്നീട് ഇത് വ്യാജ ആരോപണമാണെന്ന് തെളിയിക്കപ്പെടുന്നു. ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെ തങ്ങളെ കുടുക്കുകയായിരുന്നുവെന്നും തങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയായിരുന്നുവെന്നൊക്കെയുള്ള മൊഴികൾ പിന്നീട് അന്വേഷണ സംഘത്തിന് നൽകുന്നു. ഈ അന്വേഷണ സംഘമാണ് പിന്നീട് ഈ പറയുന്ന പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, പ്രതികളെ ആരാണ് ഇതിനു വേണ്ടി നിർബന്ധിച്ചത്, ആരാണ് ഈ ഗൂഢാലോചനയുടെ വക്താക്കൾ, കേരളത്തിൽ നിന്നും ഈ ലോറി ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിന്നുമാണ് 200 കോടി രൂപ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടത് എന്ന ചിന്നയ്യയുടെ മൊഴി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിന്നയ്യയുടെ മൊഴി അത് വിശ്വാസ്യയോഗ്യമായിരുന്നുവെന്നും അത് യഥാർത്ഥത്തിൽ ഉള്ള സത്യങ്ങളായിരുന്നുവെന്നും ഒരിക്കൽ കൂടി പ്രകാശ് രാജിൻ്റെ ഈ ഏറ്റുപറച്ചിലോടുകൂടി വെളിപ്പെടുകയാണ്. പ്രകാശ് രാജ് അത് തള്ളുന്നില്ല, ചിന്നയ്യയെ അറിയില്ല എന്ന് പറയുന്നില്ല, മറിച്ച് ചിന്നയ്യയോട് സംസാരിച്ചിരുന്നുവെന്നും ചിന്നയ്യയോട് SITയോട് കാര്യങ്ങളെല്ലാം കൃത്യമായി തുറന്നു പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് താനാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ കൃത്യമായി പ്രകാശ് രാജ് വെളിപ്പെടുത്തുന്നത്. പ്രകാശ് രാജിൻ്റെയും ചിന്നയ്യയുടെയും വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി ധർമ്മസ്ഥലയ്ക്കെതിരായി നടന്ന ഗൂഢാലോചന പുറത്തു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്തകളിലൂടെയെല്ലാം കാണുന്നത്. എന്തായാലും പ്രകാശ് രാജിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഈ കേസിൽ നിർണായകമായി മാറുകയാണ്.
പ്രകാശ് രാജ് എങ്ങനെയാണ് ഈ കേസിലേക്ക് വന്നത്, പ്രകാശ് രാജ് എങ്ങനെയാണ് പ്രധാന പ്രതിയെ ഉപദേശിക്കാൻ ഇടയായത്, പ്രകാശ് രാജ് പണം വാഗ്ദാനം ചെയ്തിരുന്നോ, ഈ 200 കോടി രൂപ ചെലവാക്കുന്നതിന് പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ വീണ്ടും ഉടലെടുക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി ഈ പറയുന്ന ഹർജി കൃത്യമായി പരിഗണിക്കുമെന്നുറപ്പാണ്. ഹൈക്കോടതി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നിജസ്ഥിതി അറിയാനുള്ള ശ്രമം നടത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധർമ്മസ്ഥലയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യാജ ആരോപണങ്ങൾ, ആ വ്യാജ ആരോപണങ്ങളുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയുമാണ്.